ഹായ് ഹലോ വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദേവിക. ഞാൻ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടേക്കുന്നത് എൻ്റെ പിമ്പിൾ ജേണിയാണ്. ഇത്രയും മാത്രം ഇൻറ്റൻസ് ആയിട്ടുള്ള പിമ്പിൾ ഉണ്ടായത് എൻ്റെ മുഖത്ത് അത്യാവശ്യം ക്ലിയർ ആക്കാൻ 100% ഇപ്പോഴും ക്ലിയർ അല്ല, പക്ഷേ ഒരു 80 to 85% ക്ലിയർ ആക്കാൻ എന്നെ സഹായിച്ച കുറച്ച് ലൈഫ് സ്റ്റൈൽ റൊട്ടീൻസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ മെയിൻലി ഞാൻ പറയുന്നത് എൻ്റെ ഡയറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തി, കുറച്ച് ഫാക്ടേഴ്സ് മാത്രം തന്നെ എൻ്റെ ഡയറ്റിൽ ആഡ് ഓൺ ചെയ്തപ്പോഴത്തേന് എനിക്ക് വലിയ ചേഞ്ച് തന്നെ എൻ്റെ ഓവറോൾ ഹെൽത്തിലും എൻ്റെ ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ തന്നെ ഒരു ചേഞ്ച് കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ വിചാരിക്കും എന്താ പറയുക, ഒരുപാട് ഫുഡ് കൺട്രോൾ ചെയ്തു, കുറച്ച് ഫുഡ് കട്ട് ഡൗൺ ചെയ്തു, അങ്ങനെയൊന്നുമല്ല. പക്ഷേ എനിക്കിഷ്ടമുള്ള ഫുഡ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കഴിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും വേറെ കുറച്ച് ഫുഡ്സ് ആയാലും ഞാൻ ആഡ് ഓൺ ചെയ്യുന്നുണ്ടായിരുന്നു. സോ എന്തായിരുന്നു, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ടായിരുന്നു ഞാൻ ഫോളോ ചെയ്തിരുന്നത്. സോ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഡയറ്റിൽ കൊണ്ടുവന്ന ചേഞ്ചസും അതുപോലെ തന്നെ എൻ്റെ ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ച വെജിറ്റബിൾ ജ്യൂസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതുമാണ്. സോ ഒരു ഡേ തുടങ്ങുമ്പോഴത്തേനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ആയിട്ട് ഞാൻ വെറും വയറ്റിൽ കഴിക്കുന്നത് സോക്ക് ചെയ്ത് വെച്ച റൈസിൻസ് ആണ്. അതായത് ഇതുപോലത്തെ കുരുവുള്ള കറുത്തിട്ടുള്ളത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റൈസിൻസ് എന്ന് പറയുമ്പോഴത്തേനും റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്, അതുപോലെ തന്നെ റിച്ച് ഇൻ അയൺ ആണ്. നമ്മൾ കഴിക്കുമ്പോഴത്തേനും എന്താ പറയുക, ഒരു 6 to 10 ആ ഒരു കൗണ്ടിനിടയ്ക്കുള്ള കഴിക്കാൻ ശ്രമിക്കാം. ഒരുപാട് കഴിക്കാതിരിക്കുക. കാര്യം എന്ന് പറയുമ്പോഴത്തേനും അതിലുള്ള ഷുഗറിൻ്റെ കണ്ടന്റ് കുറച്ച് കൂടുതലാണ്. സോ 6 to 10 ആ ഒരു റേഞ്ചിൽ രാത്രി സോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. സോ റൈസിൻസ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുന്ന ഒന്നായിരുന്നു പംകിൻ സീഡ്. എല്ലാവർക്കും അറിയാം, ഇത് നമ്മുടെ സ്കിന്നിന്റെ കൊളാജൻ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുമ്പോഴത്തേനും നമുക്ക് പിമ്പിൾസ് വരുന്നത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും ഫുഡ്സ് ഞാൻ എൻ്റെ ഡയറ്റിൽ എക്സ്ട്രാ ആഡ് ചെയ്തത് ഒന്നായിരുന്നു. സാധാരണ നമ്മൾ ചോറ് കഴിക്കുന്നു, കാപ്പി കഴിക്കുന്നു എന്നതിൻ്റെ കൂടെ ഇത്രയും ഫുഡ് കുറച്ച് എമൗണ്ട് ആഡ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമുക്ക് വലിയ ചേഞ്ചസ് തന്നെ നമ്മുടെ സ്കിന്നിൽ, നമ്മുടെ ഓവറോൾ ഹെൽത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നൈറ്റ് ടൈമിൽ ഞാൻ ഡിന്നറിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ജ്യൂസ് ഉണ്ട്. അതിപ്പോൾ ഞാൻ ഹൈ കലോറിയുള്ള ഒരു എന്താ പറയുക, നമ്മൾ ഫാസ്റ്റ് ഫുഡ് ആയാലും കഴിക്കുമ്പോഴും അതിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും ഞാൻ ഒരു വെജിറ്റബിൾ ജ്യൂസ് പെയർ ചെയ്യുന്നു. സോ അതെന്താ ബാലൻസ്ഡ് ആയിട്ട് കറക്റ്റ് ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ജ്യൂസിൽ മെയിൻലി ആഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിരുന്നു ഇഞ്ചി. ചെറിയൊരു ഒരു മീഡിയം സൈസ്, ഇത്രയുള്ള ഒരു മീഡിയം സൈസ് ഒരു പീസ് ഇഞ്ചി ആഡ് ചെയ്യുക. ഇഞ്ചി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മെയിൻ ഒരു ഫാക്ടറാണ് ഇഞ്ചി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് സ്ലോ ഡൗൺ ചെയ്യാനും ഇഞ്ചി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബോഡി സാധാരണ ഒന്ന് കാം ഡൗൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സാലഡ് കുക്കുംബർ വളരെയധികം നല്ലതാണ്. നമ്മളെ ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും മൊത്തത്തിൽ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നായിരുന്നു സാലഡ് കുക്കുംബർ എന്ന് പറയും. പിന്നെ മൂന്നാമതായിട്ട് ഈ ജ്യൂസിൽ ആഡ് ചെയ്യുന്നത് കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ നെല്ലിക്ക. ഒരു ചെറിയ നെല്ലിക്ക, ചെറിയതാണെങ്കിൽ ഒരു ഹോൾ നെല്ലിക്ക എടുക്കുക, ഇല്ലെങ്കിൽ അതിൻ്റെ വലുതാണെങ്കിൽ അതിൻ്റെ പകുതിയോളം എടുക്കത്തുള്ളായിരുന്നു. അപ്പം ഈ 2 ഫാക്ടേഴ്സ് നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുമായിരുന്നു. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഒരു ഗ്രീൻ ലീഫാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ന്യൂട്രീഷണൽ വാല്യൂസ് ഉള്ള, അതുപോലെ റിച്ച് ഇൻ ഒരുപാട് വൈറ്റമിൻസ് ഉള്ള ഒരു ഗ്രീൻ ലീഫായ പാലക്. അത് ആഡ് ചെയ്യുമ്പോഴത്തേനും ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര വിയേർഡാണ്. പക്ഷെ പാലക് ഡെയിലി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ഫൈനലി നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്കിന്നിന് എന്താ പറയുക, സാധാരണ സ്കിന്നിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാവരും ആഡ് ഓൺ ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ് ക്യാരറ്റും ബീറ്റ്റൂട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ചെറുതല്ലൊരു മീഡിയം സൈസ് ക്യാരറ്റ് ഞാൻ ആഡ് ചെയ്യുമായിരുന്നു. പിന്നെ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ഹാഫ് ബീറ്റ്റൂട്ട് ഞാൻ ആഡ് ചെയ്യുമായിരുന്നു. അപ്പം ഇതെല്ലാം കൂടി ഒരു ജ്യൂസായിട്ട് മിക്സ് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്യാണ്ട് നമ്മൾ സാധാരണ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേനും സാധാരണ എല്ലാവരും സ്ട്രെയിൻ ചെയ്തെടുക്കുമായിരുന്നു. പക്ഷെ ഞാൻ സ്ട്രെയിൻ ചെയ്യത്തില്ല. കാര്യം അതിൻ്റെ ഫൈബർ കണ്ടന്റ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്ട്രെയിൻ ചെയ്ത് കഴിക്കാൻ പാടില്ല. ഇതങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഡയറക്റ്റ്ലി ഞാൻ കൺസ്യൂം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, രാത്രിയത്തെ ഡിന്നർ കഴിക്കും. അങ്ങനെയാണ് ഞാൻ ഒരു ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ട് വന്നിരുന്നത്. എനിക്കറിയാം, പേഴ്സണലി ഈ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ഒരു വിയേർഡ് ടേസ്റ്റാണ്. പക്ഷേ
അത്രയും ചേഞ്ച് എൻ്റെ സ്കിന്നിൽ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുക, നമ്മളങ്ങ് സഹിച്ചങ്ങ് കുടിക്കുക. പിന്നെ ഞാൻ ഈ ഫ്രൂട്ട്സും കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഫ്രൂട്ട്സ് ഈ ജ്യൂസിൻ്റെ കൂടെ ആഡ് ചെയ്യത്തില്ല, ഞാൻ അല്ലാണ്ട് കട്ട് പീസായിട്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇൻടേക്ക് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു കറക്റ്റ് എമൗണ്ട് ഓഫ് വെള്ളവും കൂടി കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും നമ്മുടെ ഗഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. സോ അപ്പോൾ ഇത്രയും ഡയറ്റാണ് ഞാൻ ഫോളോ ചെയ്തിരുന്നത്. ഡയറ്റ് ഞാൻ പറയില്ല, ഡയറ്റ് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പിന്നെ സാധാരണ എനിക്കിഷ്ടമുള്ള ഫുഡ് എല്ലാം ഞാൻ കഴിക്കുമായിരുന്നു, എല്ലാം കഴിക്കുമായിരുന്നു, ഒരു ഇതുപോലും ഞാൻ കട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇത്രയും കുറച്ച് ഫാക്ടേഴ്സ്, ചെറിയ മാറ്റങ്ങളാണ് ഞാൻ എൻ്റെ ഡയറ്റിൽ വരുത്തിയത്. സോ അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ എൻ്റെ മൊത്തം ഓവറോൾ ഹെൽത്തിൽ എനിക്ക് കാണാനായിട്ട് പറ്റി. സോ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റും വിധം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നിങ്ങളുടെ ഡയറ്റിൽ തന്നെ ആഡ് ഓൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പിമ്പിൾ ജേർണിയുടെ ബാക്കി എപ്പിസോഡ്സ് ഞാൻ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. തുടർന്നുള്ള വീഡിയോസ് കാണാനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അപ്പോൾ ഇന്നത്തേക്ക് ബൈ.